വൃശ്ചിക മാസത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു മാസമാണ്. മതങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. എല്ലാ മതസ്ഥർക്കും എല്ലാം പറ്റുന്നൊരു സ്ഥലമാണ് ശബരിമല. അത്രയും പുണ്യമാണ് സ്ഥലം. ഈ വൃശ്ചിക മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ പഴയ കാർന്നോമാർ പറയും ചരടൊക്കെ ജപിച്ച് കെട്ടണമെങ്കിൽ വൃശ്ചികത്തിന് മുമ്പ് കെട്ടിക്കോളൂ, നേരത്തെ അത് കഴിഞ്ഞ് കെട്ടരുതെന്ന് പറയും. ഈ 41 ദിവസം പൂജയ്ക്ക് തരുന്ന മേൽശാന്തി പോലും ഒരു വർഷത്തേക്ക് പുറപ്പെടാൻ സാധ്യത. മേൽശാന്തി, കീഴ്ശാന്തി, അതുപോലെ തന്നെ മാളികപ്പുറത്ത് പൂജിക്കുന്നവരെല്ലാവരും പുറപ്പെടാൻ ശാന്തിയാണ്. വീടായിട്ട് യാതൊരു ബന്ധമില്ലാതെ താമസിക്കുന്നവരാണ്. ഇപ്പോൾ ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടൂർ പോണ മാതിരിയാണ്. അത് തെറ്റാണ്. ശബരിമലയ്ക്ക് വ്രതമെടുത്താൽ വൃശ്ചിക മാസം 1 തുടങ്ങി 41 ദിവസം വ്രതമെടുത്ത്, അല്ലെങ്കിൽ തുലാമാസം തുടങ്ങി എടുത്താലും 41 ദിവസം പൂർത്തിയായ ശേഷം ശബരിമലയ്ക്ക് പോകും. ഈ മാല ഇട്ട ആളെ നമ്മൾ അയ്യപ്പനായിട്ടാണ് കാണുന്നത്. സ്വാമി ശരണം. നമ്മൾ സംബോധന ഗുഡ് മോർണിംഗും നമസ്തേ ഒന്നുമല്ല, സ്വാമി ശരണം. അതുപോലെ തന്നെ സ്ത്രീകൾ മാലയിട്ട് അവരെ മാളികപ്പുറം എന്നേ പറയുള്ളൂ. അത് മാളികപ്പുറമായിട്ടാണ് കണക്കുന്നത്. കാർത്തികയ്ക്ക് കാക്ക ഉടനെ മുമ്പ് കുളിക്കണം, രോഹിണിക്ക് രോമങ്ങൾ ഉടനെ മുമ്പ് കുളിക്കണം, മകീരത്തിന് മക്കളുടനെ മുമ്പ് കുളിക്കണം, തിരുവാതിരയ്ക്ക് ഭർത്താവോട് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ തിരുവാതിര നൊയമ്പ് എന്ന് പറഞ്ഞാൽ മകീരം തുടങ്ങി തിരുവാതിര നൊയമ്പ്. രോഹിണി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ പിന്നെ തിരുവാതിരയാണ്. അതായത് മക്കളുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നു? മകീരം നൊയമ്പെടുക്കുന്നു. അതായത് കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ച് നമ്മൾ മുറുക്കുകയൊക്കെ ചെയ്യണം. ഈ വെറ്റിലയും ചുണ്ണാമ്പൊക്കെ വെച്ച് മുറുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ ആടിയും പാടിയും ആഘോഷിച്ച തിരുവാതിര ആഘോഷിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് വളരെ നല്ലതാണ്. ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആരോഗ്യവും സൽബുദ്ധിയും വരും. കല്യാണം കഴിക്കാത്തവർക്ക് നല്ല ഭർത്താവിനെ കിട്ടും. ഇതെല്ലാമാണ് വേണ്ടിയാണ് തിരുവാതിര.